അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഏറെ ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ പ്രോഫ്കോൺ കഫകളിലൂടെ ഈ പ്രോഫ്കോണിൻ്റെ പ്രൗഢമായ സമാപന സെഷൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ സഹായം കൊണ്ട് 4 ദിവസം നീണ്ടുനിന്ന ഈ ദഅവ സംഗമം അതിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രോഫ്കോൺ ഒരു സംസ്കാരമാണ്. ഒരിക്കലും ഇവിടെ പ്രോഫ്കോൺ അവസാനിക്കുന്നില്ല. 1000 ഹൃദയങ്ങളിൽ പ്രോഫ്കോൺ ആരംഭിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജീവിതത്തിൽ ഒരുപാട് പുതിയ തീരുമാനങ്ങളും പുതിയ തിരുത്തലുകളുമായിട്ടാണ് നാം പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ഇവിടെ ഒരുപാട് സംസാരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ പുതിയ തിരുത്തലുകൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ചില പാപങ്ങളോട് നമ്മൾ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഏറ്റവും ഗൗരവത്തോടുകൂടെ നാം ആലോചിക്കേണ്ടത്, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നാം കാണേണ്ടതും മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യാ റസൂലല്ലാഹ് അയ്യുദ്ദംബി അഅ്ളം, അള്ളാഹുവിൻ്റെ റസൂലെ, ഏറ്റവും ഗൗരവമുള്ള പാപമേതാണ്? ഏറ്റവും ഗൗരവമുള്ള, ഞങ്ങളെല്ലാം നിർബന്ധമായും മാറി നിൽക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള പാപമേതാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകിയ മറുപടി, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അള്ളാഹുവിനെ പങ്കു ചേർക്കലാണ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കെ, അള്ളാഹു തആലയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സൃഷ്ടിച്ച പടച്ചറബിൽ പങ്കു ചേർക്കുക, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടുക, അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടുക, അതാണ് നിനക്ക് ഏറ്റവും ഗൗരവമായിട്ടുള്ള പാപമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു തആലയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് ശുക്ലമായി ഒരു ഭദ്രമായ സ്ഥലത്ത് അല്ലാഹു തആല നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ ഉമ്മയുടെ ഉദരത്തിൽ കടിഞ്ഞുപോയവരാണ് നമ്മൾ. ആ ഉമ്മയുടെ ഉദരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഏത് ജാറമാണ്, ഏത് മക്ബറകളാണ്, ഏത് ആൾ ദൈവങ്ങളാണ്, ഏത് പുണ്യപുഷ്പങ്ങളാണ് നമുക്ക് സംരക്ഷണം നൽകിയിട്ടുള്ളത്? ആരാണ് നമുക്ക് അന്നം നൽകിയിട്ടുള്ളത്? ആരാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ നിയന്ത്രിച്ചിട്ടുള്ളത്? ഉമ്മയുടെ ഉദരത്തിൽ ഒരേലസും നമുക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല എങ്കിൽ, ഒരു ബാവയോ ഒരു ബീവയോ നമുക്ക് സംരക്ഷണം ഒരുക്കിയിട്ടില്ല എങ്കിൽ, അവിടെ നമ്മളെ സംരക്ഷിച്ച ഖാലിഖായ റാസിഖായ മുദബ്ബിറായ പടച്ചറബിനോടായിരിക്കണം 9 മാസത്തെ 10 ദിവസത്തിൻ്റെയും കാത്തിരിപ്പുകൾക്കൊടുവിൽ ഈ മഹാപ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ ഉയരേണ്ടത്, നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കേണ്ടത്, നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് ഘട്ടങ്ങളിലും ഏത് പ്രയാസത്തിൻ്റെ സാഹചര്യങ്ങളിലും പടച്ചറബിനോട് മാത്രം ചോദിക്കണം, പടച്ചറബിൻ്റെ മുന്നിൽ മാത്രം പ്രയാസങ്ങൾ ഇറക്കി വെക്കണമെന്നതാണ് പ്രോഫ്കോണിൻ്റെ സമാപന സമയത്ത് പ്രോഫ്കോൺ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല നൽകിയ ഉപദേശമുണ്ട്. ചെറിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ നൽകിയ ഉപദേശം, ഇദാ സഅൽത ഫസ്അലില്ലാ. ഇബ്നു അബ്ബാസ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, നിനക്ക് ചോദിക്കുവാനുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്കണം. പ്രിയമുള്ള എൻ്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് വിധവയായ ഉമ്മയെയും നമ്മുടെ കൊച്ചനുജത്തിയെയും കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ആ പിതാവ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളെ ജീവിതത്തിൻ്റെ കൺമുന്നിൽ കാണേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ആയുസ് എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ,
ആടിത്തിരമാലകൾ കണക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് കൈകൾ നീട്ടാനുള്ളത് ഏതെങ്കിലും ജാറങ്ങളിലേക്കല്ല, ഏതെങ്കിലും മക്ബറകളിലേക്കല്ല, ഏതെങ്കിലും പുണ്യപുഷ്പങ്ങളിലേക്കല്ല. നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോടാണ്. നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വീണ്ടും പ്രവാചകൻ ചേർത്തു വെക്കുകയാണ്. വഅലം, മോനെ നീ അറിയണം അന്നൽ ഉമ്മത ലബിജ്തമഅത് അല്ലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരു നന്മ നിനക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു കണക്കാക്കിയ നന്മയല്ലാതെ ഒരാൾക്കും നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്ക് ഉപദ്രവങ്ങൾ വരുത്തുന്നതിന് വേണ്ടി, ഒരു തിന്മ നിന്റെ ജീവിതത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയാലും അല്ലാഹു തആല നിനക്ക് കണക്കാക്കിയതല്ലാതെ ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഇബ്നു അബ്ബാസിനെ പഠിപ്പിച്ചുവെങ്കിൽ ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ജീവൻ, ഇതാണ് നമ്മുടെ കാതൽ, ഇതാണ് നമ്മുടെ അടിവേര്. അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയില്ല. ഈ വിശ്വാസത്തിന് പ്രിയമുള്ളവരെ ഒരു മാധുര്യമുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആലയുടെ പേര് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ആഫ്രിക്കയിലെ കറുകറുത്ത നീഗ്രോ വംശജനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അടിമയെ കൊന്നാലും അടിമയെ തല്ലിയാലും ആരും ചോദിക്കാനില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അടിമച്ചന്തയിൽ കച്ചവടത്തിന് കൊണ്ടുവന്ന ഒരു നീഗ്രോ വംശജനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ആർത്തനാദങ്ങളും ആ മനുഷ്യന്റെ നിലവിളികളും അറേബ്യയുടെ ചരിത്രം പറഞ്ഞു നൽകുന്നുണ്ട്. തീതുപ്പുന്ന മരുഭൂമിയിൽ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് നെഞ്ചകത്തേക്ക് വെച്ച് ആ കറുകറുത്ത മനുഷ്യനെ മക്കയിലെ പ്രമാണിമാരും മക്കയിലെ പൗരപ്രമുഖന്മാരും തട്ടഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ചാട്ടവാറുകൾ കൊണ്ട് പ്രഹരിക്കുമ്പോൾ ചാട്ടവാറിന്റെ പ്രഹരങ്ങൾക്കിടയിൽ കാർക്കിച്ചു തുപ്പലുകൾക്കിടയിൽ കാതിലേക്ക് തലച്ചുയരുന്ന പരിഹാസങ്ങൾക്കും കൂക്കുവിളികൾക്കുമിടയിൽ അറേബ്യയിലെ മരുഭൂമിയിൽ ഉയർന്നു കേട്ടൊരു ശബ്ദമുണ്ട്. കറുകറുത്ത ബിലാലിന്റെ ഒരു ശബ്ദമുണ്ട്. അഹദ് അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്. ആ റബ്ബല്ലാത്ത ഒരാളോട് ഞാൻ തേടുകയില്ല, ആ റബ്ബല്ലാത്ത ഒരാളുടെ മുന്നിൽ ഞാൻ കൈകൾ നീട്ടുകയില്ല, ആ റബ്ബല്ലാത്ത ഒരാളുടെ മുന്നിലും തലകുനിക്കുകയില്ല. ഞാൻ എൻ്റെ ഹൃദയങ്ങൾ തുറന്നു വെക്കുന്നത്, ഞാൻ എൻ്റെ കൈകൾ നീട്ടിവെക്കുന്നത് ആ പടച്ച റബ്ബിന്റെ മുന്നിലാണെന്ന് ബിലാൽ റളിയല്ലാഹു തആല പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പ്രഖ്യാപനത്തിന് ഒരു മധുരമുണ്ട്. അതുകൊണ്ട് ക്യാമ്പസിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളിൽ, ആ പരീക്ഷണങ്ങളിൽ നമുക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യവുമായി തൗഹീദിന്റെ മാധുര്യവുമായി തിരിച്ചു പോകുവാൻ സാധിക്കണം. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു. ആരെങ്കിലും അല്ലാഹുവിനെ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ നിയന്ത്രിക്കുന്ന പടച്ച റബ്ബിനെ വരമേൽപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാൽ അവനൊരു ചരടിന്റെ ആവശ്യമില്ല, അവനൊരു ഏലസിന്റെ ആവശ്യമില്ല, ഏതെങ്കിലും മൺമറഞ്ഞ ജാരങ്ങളുടെ മുന്നിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നവന് അല്ലാഹു മതിയായവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രോഫ്കോണിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സന്ദേശം എന്നുള്ളത് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ആടിത്തിരമാലയുടെ മുന്നിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം നടന്നു നീങ്ങുമ്പോൾ, മൂസ നമ്മളിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, പിറകിൽ ഫിർഔനുണ്ട്, മുന്നിൽ മഹാസമുദ്രമുണ്ട്, ഒന്നുകിൽ കടലിലേക്ക് മുങ്ങി താന്ന് നമ്മൾ ഇല്ലാതായി തീരും, അല്ല എങ്കിൽ ഫിർഔന്റെ കൈകളിലുള്ള ആയുധങ്ങൾക്ക് നമ്മൾ ഇരയാകുമെന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനം പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരേണ്ടത്. ഇത് നാവ് കൊണ്ടുള്ള പ്രവർത്തനമല്ല, ഇത് കൈകൾ കൊണ്ടുള്ള പ്രവർത്തനമല്ല, ഇത് ഹൃദയങ്ങളിൽ നിന്ന് ഉദിച്ചുയരേണ്ട പ്രഖ്യാപനമാണ്, ഹൃദയങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ആദർശമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനം, ഇന്ന മഅയ റബ്ബി സയഹ്ദീനി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ആകാശങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ആടിത്തിരമാലയെ സൃഷ്ടിച്ചവൻ, മേഘക്കീറുകളിൽ നിന്ന് പേമാരി പെയ്തിറക്കുന്നവൻ, ആ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ എന്നെ വഴി നടത്തുമെന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഖ്യാപനമാകട്ടെ നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആദർശമാണ് പഠിപ്പിച്ചത് എങ്കിൽ ആ ആദർശത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോകുവാൻ സാധിക്കണം. അതോടൊപ്പം ആ പടച്ചറബിനെ പേടിക്കുക, പടച്ചറബിനെ സൂക്ഷിക്കുക, പടച്ചറബിനെ സ്നേഹിക്കുക. ഒരു പിതാവ് മകന് നൽകിയ ഉപദേശമുണ്ട്. ഒരു പിതാവ് മകന് നൽകുന്ന ഉപദേശം പരിശുദ്ധ ഖുർആൻ മുഴുവൻ മക്കൾക്കും എടുത്തു പറയുന്നുണ്ട്. യാ ബുനയ്യ, യാ ബുനയ്യ. പ്രോഫ്കോണിലെ എന്റെ സംസാരം കേൾക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയമുള്ള കൂട്ടുകാരെ, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരണുമണി തൂക്കം തിന്മയാണ് നിങ്ങൾ ചെയ്തതെങ്കിലും, ഫതകുൻ ഫീ സുഹറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. ഒരണുമണി തൂക്കം തിന്മ ചെയ്ത് അത് ആകാശങ്ങളിൽ നിങ്ങൾ മറച്ചു വച്ചാലും, പാറക്കെട്ടുകൾക്കിടയിൽ നിങ്ങൾ മറച്ചു വച്ചാലും, ഭൂമിയിലെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ മറച്ചു വച്ചു കഴിഞ്ഞാലും അല്ലാഹു കൊണ്ടുവരും. പ്രിയമുള്ളവരെ, പരലോകം രഹസ്യങ്ങൾ പരസ്യമാകുന്ന ദിവസമാണ്. കൈകൾ സംസാരിക്കുന്ന ദിവസമാണ്. നമ്മുടെ രഹസ്യങ്ങൾ മാലോകരറിയുന്ന ദിവസമാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കുക. നമ്മുടെ കൈകൾ സെർച്ച് എഞ്ചിനുകളിൽ പരതുമ്പോൾ, നിഷിദ്ധമായ ചിത്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് കൊതിക്കുമ്പോൾ ഓർക്കുക, അള്ളാഹു കൊണ്ടുവരുന്ന, അള്ളാഹു കാണിച്ചു നൽകുന്ന ഒരു ദിവസമുണ്ട്. ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ മോശമായിട്ടുള്ള ചാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ, സ്വകാര്യമായ നിമിഷങ്ങളിൽ ഹറാമുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഓർക്കുക, ഈ ദിവസത്തെ, ഈ നിമിഷങ്ങളെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചില സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പ്രോഫ്കോണിന്റെ സന്ദേശമായി കൊണ്ട് കൈമാറുകയാണ്. ഒന്ന്, നമ്മുടെ വായന മരിച്ചു പോകരുത്. പുസ്തകങ്ങൾ അടയ്ക്കരുത്. പുസ്തകങ്ങൾ തുറന്നിരിക്കണം. നമ്മുടെ പുസ്തകങ്ങൾ അടയുന്നത് മരണമാണ്. കാരണം മരണം വരെ വായിക്കാൻ, മരണം വരെ പഠിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒരു മഷിക്കുപ്പിയുമായി നടന്നു പോകുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇമാം അഹ്മദ്, എവിടേക്കാണ് ഈ യാത്ര? വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് ചുക്കിച്ചൊളിഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിലും എവിടേക്കാണ് നിങ്ങളുടെ യാത്ര? ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മറുപടി, മഅൽ മിഹ്ബർ ഇലൽ മഖ്ബർ, മഷിക്കുപ്പിയുമായുള്ള എന്റെ ഈ യാത്ര മഖ്ബറ വരെയാണ്. മരണം വരെ വായനയുമായി, പഠനവുമായി മുന്നോട്ട് പോകുവാനാണ് എൻ്റെ നിലപാട്. പ്രിയമുള്ളവരെ, പഠനത്തിനു വേണ്ടി വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. CRE ഇനി മുതൽ നമ്മുടെ ക്യാമ്പസുകളിൽ സജീവമായി നടക്കണം. എഡിഫിസ് ആപ്പിലൂടെ 10ഓളം പഠന കോഴ്സുകൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പഠന കോഴ്സുകൾ നമുക്ക് പഠിക്കാനാണ്, നമുക്ക് പകർത്താനാണ്. വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ആദർശ പഠന കോഴ്സ് നമുക്ക് വേണ്ടിയിട്ടാണ്. കളങ്കമില്ലാത്ത കൃത്യമായ ആദർശം ഓരോ ആഴ്ചകളിലും പഠനാർഹമായ ക്ലാസുകൾ നമ്മളിലേക്ക് എത്തുന്നു. പീസ് റേഡിയോ നമുക്ക് കേൾക്കാൻ, പഠിക്കാനുള്ള അവസരങ്ങളാണ്. ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നന്മയുടെ വളയങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. നന്മയുടെ വളയത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണം. കാരണം വല്ലാതെ കരുതിയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയുള്ള മാസികകൾ അവർ കാത്തിരിക്കുന്നത് നമ്മളെയാണ്. ഇവിടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ കാത്തിരിക്കുന്നത് നമ്മളെയാണ്. ഇവിടെയുള്ള മീഡിയകളും കമ്പോളങ്ങളും അങ്ങാടികളിലെ കളിപ്പാട്ട കച്ചവടക്കാരൻ വരെ കാത്തിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ഈമാനിനെയുമാണ്. എങ്കിൽ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, രാത്രി നമസ്കാരങ്ങളിൽ ആകാശങ്ങളിലേക്ക് കൈകളുയർത്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്നേഹബന്ധം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി വിസ്ഡം സ്റ്റുഡൻസ് നിങ്ങളെ സഹായിക്കും. ഈ ഒരു നന്മയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി, നിങ്ങളുടെ കഴിവുകൾ ദീനിന് നൽകുക. നമുക്കെന്താണോ ദീനി രംഗത്ത് ചെയ്യാൻ കഴിയുക? ഈ പ്രോഫ്കോൺ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എത്ര മനോഹരമായിട്ടാണ് ഈ പ്രോഫ്കോണിന്റെ വേദി ഒരുങ്ങിയിട്ടുള്ളത്. 4 ദിവസത്തെ പ്രൗഢമായ സംസാരങ്ങൾ. പല മതസംഘടനയിലെ നേതാക്കന്മാരും പല ആളുകളും വിളിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു. പ്രോഫ്കോണിന്റെ ഭംഗിയെക്കുറിച്ചും അതിന്റെ പ്രോഗ്രാമിന്റെ മികവുകളെക്കുറിച്ചും പലരും സംസാരിച്ചു. എങ്കിൽ അറിയുക,
ഈ പ്രോഫ്കോണിന്റെ വേദിയൊരുക്കിയത്, ഈ പ്രോഫ്കോണിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ, ഇതിന്റെ IT വർക്കുകളിൽ ഈ പ്രോഫ്കോണിന്റെ പ്രോഗ്രാമുകൾ അത് യൂട്യൂബിലൂടെ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സെർവറുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിൽ വ്യത്യസ്തങ്ങളായ വകുപ്പുകളിലെല്ലാം നിങ്ങളെപ്പോലെയുള്ള വിസ്ഡം സ്റ്റുഡൻസിന്റെ നിസ്വാർത്ഥരായിട്ടുള്ള പ്രവർത്തകന്മാരാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പാവപ്പെട്ട പ്രവർത്തകന്മാരാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് എങ്കിൽ നമുക്കും ഈ ദഅ്വാ സംവിധാനങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി പേനയെടുക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന പേനയാകാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ദീനിനു വേണ്ടി ഉപയോഗിച്ചു. പ്രവാചകനെ കവിതയിലൂടെ വിമർശിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് കവിതയിലൂടെ മറുപടി നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽമാനുൽ ഫാരിസിയുടെ ചിന്ത ഇസ്ലാമിന് കരുത്തായി പ്രവാചകൻ തെരഞ്ഞെടുത്തു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സമ്പത്തിലൂടെ ഇസ്ലാമിനെ സഹായിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സുന്ദരമായ നാദം അതുതന്നെ ഇസ്ലാമിന് തുണയായി മാറി. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നൊരു വലിയ മനുഷ്യന്റെ സാന്നിധ്യം പോലും ഇസ്ലാമിന് കരുത്തായി മാറി. എങ്കിൽ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ചിന്തയും നമ്മുടെ എഴുത്തും നമ്മുടെ ശബ്ദവും നമ്മുടെ ആലോചനകളും നമ്മുടെ കഴിവുകളും ഈ ദീനി രംഗത്ത് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സമയത്തെ കൃത്യമായി നമ്മൾ ക്രമീകരിക്കണം. വലിയ ദൗത്യമുള്ളവരാണ് നമ്മൾ. പ്രബോധനം എന്നത് കൂരിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നമ്മുടെ കൈകളിൽ ഒരു മെഴുകുതിരി വെട്ടമാണുള്ളത് എങ്കിലും നമ്മുടെ ക്യാമ്പസിൽ വഴി കാണിക്കാൻ, നമ്മുടെ നാടിന് വഴി കാണിക്കാൻ നമുക്ക് സാധിക്കണം. അത്രയും വലിയ ബാധ്യതയുള്ള നമ്മൾ ഏതെങ്കിലും വില കുറഞ്ഞ വിനോദങ്ങളിലോ ഗെയിമുകളിലോ തളച്ചിട്ട് അങ്ങനെ ജീവിതത്തെ ബലികടിക്കുന്നവരാകരുത്. 5ാമതായി സമൂഹത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സമൂഹം നമ്മളിൽ നിന്ന് പലതും കൊതിക്കുന്നുണ്ട്. സമൂഹവുമായി നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ സമൂഹത്തിന്റെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തിരക്കുകൾക്കിടയിൽ നമ്മുടെ നിർബന്ധ ബാധ്യതകൾ മറക്കാതിരിക്കുക. നമസ്കാരം നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. വയറ്റിലേക്ക് കടാര കുത്തിയിറങ്ങുമ്പോ, താഴെ വീണ് ബോധം നഷ്ടപ്പെടുമ്പോ, ബോധം തിരിച്ചു വരുന്ന സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ചരിത്രത്തിലെ വാക്കുകളുണ്ട്. കുടൽമാലയിലൂടെ വെള്ളം പുറത്തേക്ക് വരുമ്പോ, കുടൽമാലയുടെ രക്തമൊഴുകുമ്പോ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോര വാർന്നൊലിക്കുന്ന സമയത്തും ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് സ്വഹാബ ദീനിൽ സ്ഥാനമില്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീനിൽ സ്ഥാനമില്ല. ഏതു പരീക്ഷയുടെ തിരക്കുകൾക്കിടയിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും നമസ്കാരത്തിന്റെ വിഷയം പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഓർക്കുക. ഖുർആൻ പാരായണം മറക്കാതിരിക്കുക. പ്രാർത്ഥനകൾ നമുക്കുള്ള രക്ഷാകവചമാണ്. പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. 7ാമതായി തിരുത്തേണ്ടത് തിരുത്തിയാകണം. പ്രോഫ്കോണിന്റെ വേദിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് പേടിക്കുന്നവന്, ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്നവന് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് സ്വർഗമാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദിവസത്തിൽ വിരൽ കടിക്കുന്ന, ആ ദിവസത്തിൽ നമ്മളെ മുഖം താഴ്ത്തിക്കളയുന്ന ഒരു തിന്മയും ഒരു പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രോഫ്കോൺ ഒരു തുടർച്ചയാണ്. അണമുറിയാത്ത നന്മകളുടെ, ഇടമുറിയാത്ത ഉത്ബോധനങ്ങളുടെ, കണ്ണിമുറിയാത്ത ബന്ധങ്ങളുടെ 1000 ഹൃദയങ്ങളിൽ ഇന്നു മുതൽ പ്രോഫ്കോൺ ആരംഭിക്കുകയാണ്. ഈ പ്രോഫ്കോണിന്റെ 4 ദിവസം നീണ്ടുനിന്ന പ്രോഫ്കോണിന്റെ ശബ്ദം ക്യാമ്പസുകളിൽ മുഴങ്ങട്ടെ, നമ്മുടെ വീടകങ്ങളിൽ മുഴങ്ങട്ടെ, നമ്മുടെ നാടുകളിൽ മുഴങ്ങട്ടെ, നമ്മുടെ കൂട്ടുകാരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പല രൂപങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചു. വിസ്ഡം ഗ്ലോബൽ ടിവിയിൽ നമുക്കത് കാണാൻ കഴിയും. ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ നിർബന്ധമായും സമയം കണ്ടെത്തി പഠനാർഹമായ ആദർശബന്ധിതമായിട്ടുള്ള ഒരുപാട് സെഷനുകൾ നമ്മളിവിടെ സംഘടിപ്പിച്ചു. അതിന് സമയം കണ്ടെത്തി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് ഒരു അവസാനമല്ല. ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഒരു വലിയ ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഓൺലൈൻ കോൺഫറൻസ് വിസ്ഡം ഗ്ലോബൽ ഓർഗനൈസേഷൻ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ദഅ്വാ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓൺലൈൻ കോൺഫറൻസിന്റെ ഭാഗമായി പിന്നെ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കഴിഞ്ഞു. തമിഴ് ഭാഷ അറിയുന്നവരിലേക്ക്, ഉറുദു ഭാഷ അറിയുന്നവരിലേക്ക്, ഹിന്ദി അറിയുന്നവരിലേക്ക്, വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലേക്ക്, എല്ലാവരിലേക്കും ദഅവത്ത് എത്തിക്കാനുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓൺലൈൻ കോൺഫറൻസിന്റെ ഇനിയുള്ള ചടുലമായ നീക്കങ്ങളിൽ നമ്മുടെ പങ്കുണ്ടാകും. ഓരോ വിദ്യാർത്ഥികളും അത് ഏറ്റെടുത്തുകൊണ്ടാണ് പ്രോഫ്കോൺ കഫയിൽ നിന്ന് തിരിച്ചു പോകേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭീകരവാദിയായി, തീവ്രവാദിയായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി 10,000-കണക്കിന് മീഡിയകൾ ചടഞ്ഞിരിക്കുന്ന കാലത്ത് അറിയുക, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പ്രവാചകന്റെ ജീവിതത്തെ, പ്രവാചകന്റെ പച്ചയായ ജീവിതത്തെ അറിയുക മനുഷ്യരെ. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, ദ പ്രൊഫറ്റ്, പ്രവാചകന്റെ ജീവിതത്തെ പറ്റി ഒരു 3D എക്സിബിഷൻ വിസ്ഡം സ്റ്റുഡൻസ് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അധികം താമസിയാതെ അത് നമ്മളിലേക്ക് എത്തും. അതും ഒരു വലിയ ദഅവത്തിന്റെ മുന്നേറ്റമായി ഇൻഷാ അല്ലാഹ് മാറുമെന്നത്, ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്നത് തീർച്ചയാണ്. പ്രാർത്ഥനകളോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഏതെങ്കിലും വില കുറഞ്ഞ സംഘടനാ ചർച്ചകൾക്ക് വേണ്ടി, തല്ലുകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ സമയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വില കുറഞ്ഞ വിനോദങ്ങളുടെ പിറകെ പോകുവാൻ നമുക്ക് സമയമില്ല. നമ്മൾ അജണ്ടകൾ ഉള്ളവരാണ്, നമ്മൾ ദൗത്യമേറ്റെടുത്തവരാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഈ പ്രോഫ്കോണിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പ്രോഫ്കോൺ കഫയിൽ നിന്ന് കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഇനിയുള്ള ദഅവ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നിശയുടെ നിശബ്ദതയിൽ നമ്മൾ തിരിച്ചു മടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദഅവ രംഗത്ത് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടെയാണ് നാം തിരിച്ചു പോകേണ്ടത്. ഈ പ്രോഫ്കോൺ ഇതിനു വേണ്ടി ഒരുക്കിയ, ഒരുപക്ഷെ ഇതിന്റെ പ്രഭാഷകന്മാരെയാണ് നിങ്ങൾ കണ്ടത്. ഇതിന്റെ പിന്നിൽ 4 ദിവസങ്ങളായി അല്ല, ആഴ്ചകളോളം ഇതിനുവേണ്ടി അണിഞ്ഞു നിൽക്കുന്ന ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകന്മാരുണ്ട്, വളണ്ടിയർമാരുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി, റബ്ബേ, ഈ പാവപ്പെട്ട, ഇതിനു വേണ്ടി പണിയെടുത്ത, ഉറക്കമിളച്ച, വീടുകളിൽ കഴിയേണ്ട സമയങ്ങൾ ഇവിടെ ഉറക്കമിളച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രബോധനമെത്തിക്കാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയ വളണ്ടിയർമാർ, ശാഖയിലെ, മണ്ഡലങ്ങളിലെ, ജില്ലയിലെ വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകന്മാർ പ്രോഫ്കോൺ പ്രഖ്യാപിച്ചത് മുതൽ ആവേശങ്ങളിലായിരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളിലായിരുന്നു. അല്ലാഹുവേ, അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകണമേ. നീയല്ലാതെ മറ്റൊരാൾക്കും അതിന് സാധിക്കുകയല്ല. ദുനിയാവിലെന്തു നൽകിയാലും ഈ പ്രവർത്തനങ്ങൾക്ക് പകരമാകില്ല റബ്ബേ, സ്വർഗം നൽകണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു ഈ ഒരു സംവിധാനത്തെ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വേണം. അള്ളാഹുവേ, ഈ തൗഹീദിന്റെ സംഘത്തെ ഇഖ്ലാസോടുകൂടെ, ഉജ്ബില്ലാതെ, റിയാ ഇല്ലാതെ മുന്നോട്ട് പോകാൻ അള്ളാഹുവേ നിന്റെ സഹായം ഉണ്ടാകണമേ. വിദ്യാർത്ഥികൾക്കിടയിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹുവേ ഈ സംഘത്തിന് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വല്ല വീഴ്ചകളും വല്ല പോരായ്മകളും വന്നുപോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവേ നിന്റെ മഹത്തായ ഫള് കൊണ്ട് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. Wisdom Students presents To the Right Goal Through the Right Path. Let's Profcon. Profcon. Professional Students Global Conference.